ആൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെറ്റ് ഹിസ്റ്ററി പേപ്പർ മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഓടിച്ച് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്തതുപോലെ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വിശദമായിട്ട് വിശകലനം ചെയ്യുന്നില്ല, മറിച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉത്തരങ്ങൾ വേഗം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ളത്, ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ മേഖലയിൽ നിന്ന് കൂടുതൽ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെയുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ആവശ്യമുള്ളവർക്കായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിനി ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓൺലി ഇൻഡസ് സൈറ്റ് വിച്ച് ഈൽഡ്സ് എവിഡൻസ് ഓഫ് കഫിൻ ബറിയൽ? അതായത് ഇൻഡസ് സൈറ്റ്സിൽ കഫിൻ ബറിയൽ കാണപ്പെട്ടിട്ടുള്ള ഏക സൈറ്റ് ഏതാണെന്നാണ് ചോദ്യം. കഫിൻ ബറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവപ്പെട്ടിക്കുള്ളിൽ മൃതദേഹം അടക്കം ചെയ്യുന്ന രീതി. അത് ഇൻഡസ് സൈറ്റ്സിൽ എവിടെയാണ്? ഹാരപ്പയിൽ മാത്രമാണ് ഇൻഡസ് സൈറ്റ്സിൽ ഈ ഒരു മെത്തേഡ് കാണപ്പെടുന്നത്. മോഹൻജാദാരോ, സുർക്കത്താദ, അമീർ ഈ സൈറ്റ്സിലൊന്നും ഈ ഒരു മെത്തേഡ്, ഫ്യൂണറൽ മെത്തേഡ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഹാരപ്പയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഹ്യൂറിസ്റ്റിക്സ് ഇംപ്ലൈസ്. ഹ്യൂറിസ്റ്റിക് എന്ന മെത്തേഡ് ഹിസ്റ്ററിയിൽ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ദ പ്രോസസ് ഓഫ് ഇന്റേണൽ ക്രിറ്റിസിസം, ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് സോഴ്സ് മെറ്റീരിയൽ, ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്ട്സ്, ദ ടെക്നിക് ഓഫ് നോട്ട് മേക്കിംഗ്. സോ ഇതിനകത്ത് ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് സോഴ്സ് മെറ്റീരിയൽസ്, അതായത് ചരിത്രത്തിലെ സോഴ്സസ് കണ്ടെത്തുന്നതിനായിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സൗത്ത് ഇന്ത്യൻ കിങ്ഡംസ് വാസ് നോട്ട് മെൻഷൻഡ് ഇൻ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ്? അശോകൻ ഇൻസ്ക്രിപ്ഷൻസിൽ പറഞ്ഞിട്ടില്ലാത്ത കിങ്ഡം, അതായത് ഇന്ത്യൻ കിങ്ഡം ഏതാണെന്നാണ് ചോദ്യം. ചേര, പാണ്ഡ്യ, ചോള, ശതവാഹന. അതിനകത്ത് ഓപ്ഷൻ ഡി ശതവാഹനയാണ് ശരിയായ ഉത്തരം. അതുപോലെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പൾഗേരിസം മീൻസ്, അതായത് ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്, ഹാസ്റ്റി ജനറലൈസേഷൻ, പ്രാക്ടീസ് ഓഫ് കോപ്പിയിങ് സംവൺ എൽസ് വർക്ക് ഓർ ഐഡിയാസ്, നെഗറ്റീവ് റീസണിങ്. ഇതിനകത്ത് ഓപ്ഷൻ സി പ്രാക്ടീസ് ഓഫ് കോപ്പിയിങ് സംവൺ എൽസ് വർക്ക്സ് ഓർ ഐഡിയാസ്, മറ്റൊരാളുടെ വർക്ക്സ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിനെ കോപ്പി ചെയ്യുന്നതിനെയാണ് പ്ലാഗിയറിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ചോദ്യം, ദ ഫാക്ട്സ് ഡു നോട്ട് സ്പീക്ക് ദംസെൽവ്സ് ബട്ട് ഹിസ്റ്റോറിയൻസ് മേക്ക് ദം സ്പീക്ക്. ഹൂ സ്റ്റേറ്റഡ് ദിസ്? അതായത് ഒരു ചരിത്രത്തിൽ ഫാക്ട്സ് നമ്മളോട് ഒന്നും സംസാരിക്കുന്നില്ല, മറിച്ച് ഹിസ്റ്റോറിയൻസ് അവരോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷൻ നൽകിയ ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി EH കാറാണത്. അപ്പം ഓപ്ഷൻ ഡി EH കാറാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ 6, ദ ലീഡർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 ഇൻ ബീഹാർ വാസ് മൗലവി അഹമ്മദുള്ള, തന്തിയ തോപ്പി, നാനാ സാഹേബ് കൺവേഴ്സിംഗ്. സോ ഇതിനകത്ത് 1857 വിപ്ലവത്തിലെ ബീഹാറിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലീഡർ ആരായിരുന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി കൺവേഴ്സിംഗ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഏഴാമത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗേവ് എ ബിഗ് ബ്ലോ ടു ദ ഇൻഡിഗോ ഇൻഡസ്ട്രി ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഇറ്റ് ഡിക്ലൈൻഡ്? ഇൻഡിഗോ ഇൻഡസ്ട്രിക്ക് തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇൻസറക്ഷൻ ആൻഡ് പ്രസന്റ് അപ്രൈസിംഗ്സ് അഗെയിൻസ്റ്റ് സമീന്ദാരി ഓപ്പറേഷൻ, വിത്ഡ്രോവൽ ഓഫ് ബ്രിട്ടീഷ് ക്യാപിറ്റൽ, ഇൻവെൻഷൻ ഓഫ് സിന്തറ്റിക് ഡൈ, എ സ്ലം ഇൻ ദ വേൾഡ് മാർക്കറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, നിങ്ങൾക്കറിയാം ഇൻഡിഗോ എന്ന് പറയുന്നത് ഡൈ ആയിട്ട്, അതായത് തുണികൾക്ക് കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ്. ആദ്യകാലങ്ങളിൽ പ്രധാനമായിട്ടും പ്ലാന്റ്സിൽ നിന്നാണ് കളർ എടുത്തിരുന്നത്. പക്ഷേ ഇൻവെൻഷൻ ഓഫ് സിന്തറ്റിക് ഡൈ, അതായത് കൃത്രിമ കളറുകളുടെ ഉപയോഗം ആണ് ഇൻഡിഗോയുടെ തകർച്ചയ്ക്ക് കാരണമായത്. അപ്പം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമെന്ന്. നമുക്കിനി എട്ടാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഈസ് നോൺ ആസ് ശതസഹസ്ര സംഹിത? അതായത് ശതസഹസ്ര സംഹിത എന്നറിയപ്പെടുന്നത് വർക്ക് ഏതാണ് എന്നാണ് ചോദ്യം. ഋഗ്വേദ, സഹസ്രയോഗം, രാമായണ, മഹാഭാരത. ഇതിനകത്ത് ഓപ്ഷൻ ഡി മഹാഭാരതയാണ് ശരിയായ ഉത്തരം. മഹാഭാരതയാണ് ശതസഹസ്ര സംഹിത എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ചോദ്യം, ഇസ്നാദ് എന്ന് പറയുന്നത് എന്താണ്? ഇസ്നാദ് മീൻസ് ദ ടെക്നിക് ടു ചെക്ക് ദ veracity of every statement, the method of arranging historical facts, the technique of keeping chronological sequence, the method of evolving model principles. ഇതിനകത്ത് ഓപ്ഷൻ എ the technique to check the veracity of every statement, ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കൃത്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് ഇസ്നാദ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പത്താമത്തെ ചോദ്യം, ദ ട്രാവലോഗ് കിതാബ് അൽ റഹ്ല വാസ് റിട്ടൺ ബൈ. കിതാബ് അൽ റഹ്ല എന്ന് പറയുന്ന യാത്രാ വിവരണം എഴുതിയത് ആരാണ്? അമീർ ഖുസ്രു, അൽബറൂണി, ഇബൻ ബത്തൂത്ത, നിസാമി. ഇതിനകത്ത് ഓപ്ഷൻ സി ഇബൻ ബത്തൂത്തയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു മുഗൾ ഹിസ്റ്റോഗ്രഫി ആർ കറക്റ്റ്? മുഗൾ കാലത്തെ ചരിത്ര രചനകളുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിനകത്ത് കറക്റ്റ് അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തേത്, മുഗൾ പീരിയഡ് വിറ്റ്നസ് ദ എമർജൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ നോൺ ആസ് ദ ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസ്, മെമ്മറീസ് എക്സെട്ര. സെക്കൻഡ് വൺ, ഇൻ തുസ്കി ബാബറി, ബാബർ കമ്പയർസ് ദ പോവർട്ടി ഓഫ് ഹിസ് നേറ്റീവ് ലാൻഡ് ഓഫ് കാബൂൾ വിത്ത് ദ റിച്ച്നസ് ഓഫ് ഇന്ത്യ. മൂന്നാമത്തേത്, അബുൽ ഫസൽ ഇൻ അക്ബർ നാമ ഈസ് ഹാർഷ് ഓൺ അക്ബർ ആൻഡ് ഹിസ് പോളിസീസ്. ദ സബ്ജക്ട് മാറ്റർ ഓഫ് മുഗൾ ഹിസ്റ്ററി വാസ് ദ റൂളേഴ്സ്, ദെയർ കോൺക്വേഴ്സ് ആൻഡ് വാസ്, ദെയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അതിനകത്ത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. 1, 2, 4 എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് അബുൽ ഫസൽ ഇൻ അക്ബർ നാമ ഈസ് ഹാർഷ് ഓൺ അക്ബർ ആൻഡ് ഹിസ് പോളിസീസ്. അക്ബർ നാമ എന്നത് അബുൽ ഫസൽ എഴുതിയ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ്. അതിനകത്ത് അക്ബേഴ്സിൻ്റെ പോളിസിയെ ഹാഷായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ശരിയായ ഉത്തരമല്ല. ശരിയായ
സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പം അതുകൊണ്ട് 1, 2, 4 എന്നീ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മുഗൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഗൾ ചരിത്ര രചനകളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഈസ് കണക്റ്റഡ് വിത്ത് ജെയിൻ ലിറ്ററേച്ചർ? താഴെ നൽകിയിരിക്കുന്ന പ്രധാന കൃതികളിൽ ജെയിൻ ലിറ്ററേച്ചറുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ത്രിപിടക, മിളിന്ദപാന, മഹാഭാഷ്യം, ഹരിവംശപുരാണ. ഈ 4 ബി ആണ് ശരിയായ ഉത്തരം. ഹരിവംശപുരാണയാണ് ജെയിൻ ലിറ്ററേച്ചറുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത്. 13ാമത്തെ ചോദ്യം, ഹു ഓതേർഡ് ദ വർക്ക് ഫോറിൻ നോട്ടീസസ് ഓഫ് സൗത്ത് ഇന്ത്യ ഫ്രം മെഗസ്തനസ് ടു മഹ്വാൻ? അതായത് ഫോറിൻ നോട്ടീസസ് ഓഫ് സൗത്ത് ഇന്ത്യ ഫ്രം മെഗസ്തനസ് ടു മഹ്വാൻ എന്ന വർക്ക് ആര് രചിച്ചിരിക്കുന്നത് ആണ്, ആരുടെ കൃതിയാണ് എന്നാണ് ചോദ്യം. KN പണിക്കർ, ബർട്ടൺ സ്റ്റെയിൻ, നൊബോറു കരാഷിമ, KA നീലകണ്ഠ ശാസ്ത്രി. ഇതിനകത്ത് ഓപ്ഷൻ ഡി KA നീലകണ്ഠ ശാസ്ത്രിയാണ്. നമുക്കറിയാം ഈ 4 പേരും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരാണ്. അതിൽ KN നീലകണ്ഠ ശാസ്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഫോറിൻ നോട്ടീസസ് ഓഫ് സൗത്ത് ഇന്ത്യ ഫ്രം മെഗസ്തനസ് ടു മഹ്വാൻ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് വാസ് ധർമ്മചക്ര പ്രവർത്തന? ധർമ്മചക്ര പ്രവർത്തന എന്നത് എന്ത് ആണ് എന്നാണ് ചോദ്യം. മഹാവീരാസ് ബർത്ത്, ബുദ്ധാസ് നിർമ്മാണ, ദ ടീച്ചിങ്സ് ഓഫ് ദ ഫസ്റ്റ് സർമൺ ഓഫ് ബുദ്ധ. ഈ 4 ഓപ്ഷൻസിൽ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ദ ടീച്ചിങ്സ് ഓഫ് ഫസ്റ്റ് സർമൺ ബൈ ബുദ്ധ എന്നതാണ് ചക്ര പ്രവർത്തന എന്ന് പറയുന്നത്. അതായത് ബുദ്ധയുടെ ആദ്യത്തെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ചക്രപ്രവർത്തന എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, മിൻറ്റോ മോർലി റിഫോംസ്, മൊണ്ടഗ്യൂ ചെൽഫോം റിഫോം. ഇതിനകത്ത് ഇത് നടപ്പിലാക്കിയിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിനകത്ത് ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് എയുടേത് 3, അത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അതുപോലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പുറപ്പെടുവിച്ചിരിക്കുന്നതാണ്. അതുപോലെ മിൻറ്റോ മോർലി റിഫോംസ് എന്ന് പറയുന്നത് 1909 റിഫോം ചെയ്തതാണ്. അതുപോലെ മൊണ്ടഗ്യൂ ചെൽഫോം റിഫോം എന്ന് പറയുന്നത് 1919. അപ്പോൾ ഈ വർഷങ്ങളിലാണ് ഈ ഓരോ ആക്റ്റും ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യം, അസേർഷൻ എ, ലാഹോർ സെഷൻ ഓഫ് 1929 ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. റീസൺ ആർ, ജിന്ന കെയിം ഔട്ട് വിത്ത് ഹേഴ്സ് 14 പോയിൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് എയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആക്ച്വലി ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ലാഹോർ സെഷൻ ഓഫ് 1929 ഈസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ് ലാഹോർ സെഷൻ എന്ന് പറയുന്നത്. അതുപോലെ ജിന്ന കംസ് ഔട്ട് ഓഫ് വിത്ത് ഹിസ് 14 പോയിൻറ്റ്സ്, അതും ശരിയായ ഉത്തരമാണ്. പക്ഷേ നമുക്കറിയാം ഈ ആദ്യത്തെ അസേഷൻ എയുടെ ശരിയായ ഒരു എക്സ്പ്ലനേഷൻ അല്ല ഇത്. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, 17ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഇൻ ചാർജ് ഓഫ് കളക്ടിങ് ടാക്സസ് ഇൻ ദ ലേറ്റർ വേദിക് പീരിയഡ്? ലേറ്റർ വേദിക് പീരിയഡിൽ ടാക്സ് കളക്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ബാഗതുകയാണ് ലേറ്റർ വേദിക് പീരിയഡിൽ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. 18ാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൽബർട്ട് ബിൽ? താഴെ പറയുന്നവരിൽ ആരാണ് ഇൽബർട്ട് ബിൽ കൊണ്ടുവന്നത്? ഓപ്ഷൻ എ റിപ്പൺ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അതുപോലെ 19ാമത്തെ ചോദ്യം, ദ വർക്ക് അഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് ബൈ KN പണിക്കർ ഡീൽസ് വിത്ത്? ഈ താഴെ പറയുന്നവരിൽ KN പണിക്കരുടെ ബുക്ക് അഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്നത് എന്ത് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ് ചോദ്യം. മലബാർ റിബല്യൻ ഇൻ 1921 ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 1921 മലബാർ റിബല്യനുമായിട്ട് ബന്ധപ്പെട്ട് KN പണിക്കർ എഴുതിയ ബുക്കാണ് അഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 20ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ തന്നിരിക്കുന്ന ചില ഓതേഴ്സ് അവരുടെ വർക്ക് അതിൻ്റെ ഇതിവൃത്തം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിനകത്ത് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. സെൻറ്റ് അഗൻസ്റ്റൈൻ, ഇബൻ ഖൽദൻ, അതുപോലെ മക്കിയവെല്ലി, റൂസോ, ഈ 4 പേര് അവരുടെ വർക്ക്. അതിനകത്ത് ശരിയായി മാച്ച് ചെയ്തിരിക്കുന്നത് റൂസോയുടെ വർക്കുകളാണ്. റൂസോയുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. അത് പോപ്പുലർ സോവറിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 21ാമത്തെ ചോദ്യം, വിച്ച് ബുക്ക് സ്റ്റാർട്ട്സ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതർടു എക്സിസ്റ്റിംഗ് സൊസൈറ്റി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾസ്? അതായത് ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതർടു എക്സിസ്റ്റിംഗ് സൊസൈറ്റി ഈസ് ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ന സ്റ്റേറ്റ്മെൻറ്റോട് കൂടി ആരംഭിക്കുന്ന ബുക്ക് ഏതാണ് എന്നാണ് ചോദ്യം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യം, ഹു പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ്സ് ഓഫ് ലോഞ്ച് ഡ്യൂറി ആൻഡ് ജിയോ ഹിസ്റ്ററി, ലോഞ്ച് ഡ്യൂറി എന്നീ കോൺസെപ്റ്റ് ആരാണ് മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ ഡി ഫെർണാൻ ബ്രൂഡൽ ആണ് ഈ ഈ 2 കൺസെപ്റ്റ്സ് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സിഗ്ലോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ്? സിഗ്ലോഗ്രഫി എന്ന് പറയുന്നത് നമുക്കറിയാം ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണ്. സീൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈമാണ് സിഗ്ലോഗ്രഫി എന്ന് പറയുന്നത്. സീൽസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് സിഗ്ലോഗ്രഫി എന്ന് പറയുന്നത്. 24ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രോയ്ഡ് ദ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് അറ്റ് നളന്ദ ആൻഡ് വിക്രംശില? നളന്ദയിലും വിക്രംശിലയിലുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് എല്ലാം തകർത്തത് താഴെ പറയുന്നവരിൽ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ബക്തിയാർ ഖൽജിയാണ് ഈ മൊണാസ്ട്രീസ് എല്ലാം തകർത്തത്. ഓക്കെ, നമുക്ക് 25ാമത്തെ ചോദ്യം നോക്കാം. ചോളാസ് ഹാഡ് ഹൈലി ഡെവലപ്ഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. Which one of the following term does not signify a local body?
ചോള പീരിയഡിൽ ലോക്കൽ ബോഡീസ്, നമുക്കറിയാം ഒരുപാട് ലോക്കൽ ബോഡീസ് ഉണ്ടായിരുന്നു, ഓരോ പ്രോവിൻസസ് ആയിട്ടും അല്ലെങ്കിൽ ലോക്കൽ യൂണിറ്റ്സ് ആയിട്ട് നാടിനെ തിരിച്ചിരുന്നു. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? മഹാസഭയാണ് ശരിയല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. നാടു സഭ എന്നതെല്ലാം ലോക്കൽ ബോഡീസ് ആയിരുന്നു. അപ്പോൾ 26ാമത്തെ ചോദ്യം, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഗദർ പാർട്ടി വാസ്. ഗദർ പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി സാൻ ഫ്രാൻസിസ്കോയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 27ാമത്തെ ചോദ്യം നോക്കാം. ഒരു അസേഷനും അതിൻ്റെ റീസണുമാണ്. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓഫ് ഓഗസ്റ്റ് 1942 മാർക്ക് ദ കൾമിനേഷൻ ഓഫ് ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ. അതിൻ്റെ റീസൺ, ആഫ്റ്റർ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇറ്റ് വാസ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം ബിഫോർ ദ മെക്കാനിക്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പവർ വാസ് ഡിറ്റർമൈൻഡ്. ഓക്കെ, ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഈസ് ഇൻകറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ഈസ് സ്റ്റേറ്റ്മെൻറ്റിൽ അസേഷൻ എന്ന് പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, എന്നാൽ ആർ എന്ന് പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 28ാമത്തെ ചോദ്യം, ഹു എക്സ്കവേറ്റഡ് ആൻഡ് ഡിസ്കവേർഡ് മെഗാലിത്തിക് ബെറിയൽസ് ഇൻ ദ മലബാർ റീജിയൻ ഇൻ 1823. മലബാർ റീജിയനിൽ മെഗാലിത്തിക് ബെറിയൽസ് കണ്ടെത്തിയത്, എക്സ്കവേറ്റ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ജെ ബാബിങ്ടൺ ആണ് മലബാർ റീജിയനിൽ ആദ്യമായിട്ട് മെഗാലിത്തിക് ബെറിയൽസ് കണ്ടെത്തുകയും അത് എക്സ്കവേറ്റ് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, 29ാമത്തെ ചോദ്യം, പെരുംചെല്ലൂർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ് ഇൻ കേരള ഈസ് ഐഡൻറ്റിഫൈഡ് വിത്ത്. പെരുംചെല്ലൂർ എന്ന് പറയുന്ന ഒരു പഴയ ബ്രാഹ്മിൺ സെറ്റിൽമെൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇന്നത്തെ തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന സ്ഥലമാണ് പെരുംചെല്ലൂർ എന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, 30ാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷൻ റെക്കോർഡഡ് ഇൻ കൊല്ലം എര ഈസ്. കൊല്ലം എരയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ. ഓപ്ഷൻ സി മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 31ാമത്തെ ചോദ്യം, ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് സർവീസ് ടെന്യൂർ ഇൻ മിഡീവൽ കേരള. മിഡീവൽ കേരളയിലെ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടേമിനെ കുറിക്കുന്ന പദം എന്ന് പറയുന്നത് വിരുതി എന്നാണ്. വിരുതി ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, 32ാമത്തെ ചോദ്യം, ദ സയൻറ്റിഫിക് മെത്തേഡ് യൂസ്ഡ് ഇൻ ആർക്കിയോളജി ടു ഡേറ്റ് ഇനോർഗാനിക് മെറ്റീരിയൽസ് ദാറ്റ് ഹാസ് ബീൻ ഹീറ്റഡ് റാപ്പിഡ്ലി. നമുക്കറിയാം പുരാതന കാലങ്ങളിലെ വസ്തുക്കളുടെ കാലനിർണ്ണയം, ഏത് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് അത് എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരുപാട് സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇനോർഗാനിക് മെറ്റീരിയൽസിൻ്റെ ഡേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ് എന്നാണ് ചോദ്യം. തെർമോലുമിനസെൻസ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം ഏജ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. പക്ഷേ അതിനകത്ത് ഇനോർഗാനിക് മെറ്റീരിയൽസിൻ്റെ ഡേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് തെർമോലുമിനസെൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 33, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. ഈ താഴെ നൽകിയിരിക്കുന്നതിൽ ചിലത് ശരിയായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്, ചിലത് ശരിയല്ല. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 2, 3, 4 എന്നീ ഓപ്ഷൻസ് ശരിയായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിയായ മാച്ചിങ് അല്ല. ഓക്കെ, അപ്പം 34ാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ഈസ് ദ വർക്ക് ഓഫ്. വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ആരെഴുതിയ വർക്കാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് വേദാധികാര നിരൂപണം എന്നുള്ളത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 35ാമത്തെ ചോദ്യം, ഹു ഓതേർഡ് ദ വർക്ക് എൻടൈറ്റിൽഡ് ആദിമക്കൾ എങ്ങനെ ഉടമകളായി. അതായത് ആദിമക്കൾ എങ്ങനെ ഉടമകളായി. അതിനകത്ത് ഓപ്ഷൻ എ VM വിഷ്ണു ഭാരതീയൻ എന്ന വ്യക്തി, ചരിത്രകാരൻ എഴുതിയ ബുക്കാണ് ഇത്. ഓക്കെ, അപ്പം 35ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി 36ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ബി മിതവാദി. സി കൃഷ്ണൻ്റെ ഒരു വർക്കാണ് മിതവാദി എന്നുള്ളത്. ഓക്കെ, ബാക്കി എല്ലാ വർക്കുകളും ശരിയായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള. ഓക്കെ, അടുത്തത് 37ാമത്തെ ചോദ്യം, ഇൻ ദ കാകിനന്ദ സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹു മൂവ്ഡ് എ റെസൊല്യൂഷൻ അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റിക്കെതിരെ കാകിനദ സെഷനിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാകിനദ സെഷനിൽ ആരാണ് മൂവ് ചെയ്തത് എന്നാണ് ചോദ്യം. ടി കെ മാധവനാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ടി കെ മാധവനാണ് എൻ്റെ ശരിയായ ഉത്തരം. ഓക്കെ, 38ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഗവർണർ ജനറൽസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ നൽകിയിരിക്കുന്ന ഗവർണർ ജനറൽസ് അവർ സ്ഥാനമേറ്റ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ശരിയായ ഓർഡറിൽ ഒരു ആദ്യം സ്ഥാനമേറ്റെടുത്തത് ആര്, രണ്ടാമത് ആര്. അപ്പോൾ ആ രീതിയിൽ ഓപ്ഷൻ ഡി 1, 2, 3, അതായത് ഇത് നൽകിയിരിക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ 1, 2, 3, 4 തന്നെയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ആദ്യം ലോർഡ് മയോ, ദെൻ ലോർഡ് റിട്ടൺ, ലോർഡ് റിപ്പൺ, ലോർഡ് കാനിങ്. അത് ശരിയായ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. അപ്പം 1, 2, 3, 4 ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, 39ാമത്തെ ചോദ്യം, ഏൻഷ്യൻ മോനുമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് എനാക്റ്റഡ് അണ്ടർ ദ ഗവർണർ ജനറൽഷിപ്പ് ഓഫ്. ഏൻഷ്യൻ മോനുമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ ഗവർണർ ജനറൽ ആരാണ്, അല്ലെങ്കിൽ ആരുടെ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്. ഓപ്ഷൻ സി ലോർഡ് കേഴ്സന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ആക്ട് നടപ്പിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുരാതന മൊനുമെൻറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഒരു ആക്ട് ലോർഡ് കേഴ്സൺ ആണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഓക്കെ, 40ാമത്തെ ചോദ്യം, ദ മാർച്ചിങ് സോങ് എൻടൈറ്റിൽഡ് ഐക്യ കേരളത്തിലേക്ക് വാസ് റിട്ടൺ ഇൻ 1946 ബൈ. ഐക്യ കേരളത്തിലേക്ക് എന്ന കൃതി ആരാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. പി ഭാസ്കരനാണ് ഈ ഉത്തരം. അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പി ഭാസ്കരൻ. പി ഭാസ്കരൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഐക്യ കേരളത്തിലേക്ക് എന്ന് പറയുന്നത്. 1946 ഇത് എഴുതിയത്. ഓക്കെ, ഇനി 41ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി PK ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന ബുക്ക്. അപ്പം അതാണ് ശരിയായ.
42ാമത്തെ ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. കൊഴിഞ്ഞ ഇലകൾ എന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജോസഫ് മുണ്ടശ്ശേരിയാണ് ശരിയായ ഉത്തരം. 43ാമത്തെ ചോദ്യം, ഇൻ 1997 എസ് പി സെൻ കമ്മിറ്റി സബ്മിറ്റഡ് റിപ്പോർട്ട് ഓൺ. 1997 എസ് പി സെൻ കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് എസ് പി സെൻ കമ്മിറ്റി സബ്മിറ്റ് ചെയ്തത്. 44ാമത്തെ ചോദ്യം, മൈലമ്മ എ സോഷ്യൽ ആക്ടിവിസ്റ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത്. മൈലമ്മ എന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി പ്ലാച്ചിമട സ്ട്രഗിൾ ആണ് ശരിയായ ഉത്തരം. പ്ലാച്ചിമടയിലെ കോള ഫാക്ടറിക്കെതിരെ നടന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേമസ് ആക്ടിവിസ്റ്റാണ് മൈലമ്മ. 45 ഹഗ്യോഗ്രഫി മീൻസ്. ഹഗ്യോഗ്രഫി എന്നത് എന്താണ്? സേക്രഡ് ബയോഗ്രഫിയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ സേക്രഡ് ബയോഗ്രഫി. 46ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വെൻ മഹാത്മാഗാന്ധി ലോഞ്ച്ഡ് ഹിസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. മഹാത്മാഗാന്ധിയുടെ പ്രമുഖമായിട്ടുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ലോർഡ് ചെസ്റോം ആണ് ശരിയായ ഉത്തരം. 47 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് വാസ് മെയിൻലി ഡെവലപ്ഡ് ആൻഡ് ഓൺഡ് ബൈ ഇന്ത്യൻസ്. ഇന്ത്യയിൽ ആരംഭിച്ച ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏത് ഇൻഡസ്ട്രിയാണ്? ഓപ്ഷൻ സി ഷുഗർ ഇൻഡസ്ട്രി. ഷുഗർ ഇൻഡസ്ട്രിയുടെ ആരംഭം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ഇനി 48ാമത്തെ ചോദ്യം, സ്റ്റോറീസ് ഓഫ് ദ പ്രീവിയസ് ബേഴ്സ് ഓഫ് ദ ബുദ്ധ ആർ കണ്ടെയ്ൻഡ് ഇൻ. ബുദ്ധൻ്റെ ജന്മവും ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏത്? അത് ജാതക സ്റ്റോറീസാണ്. നമ്മൾ ബുദ്ധ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ജാതക സ്റ്റോറീസ് ഒരുപാട് കെട്ടിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വായിക്കാൻ ലഭിക്കുന്ന സ്റ്റോറീസാണ് ജാതക സ്റ്റോറീസ്. അപ്പോൾ ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ബർത്തും ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോറീസാണ്. ഓക്കെ, ഇനി 49ാമത്തെ ചോദ്യം, ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഈസ് ഫ്രം. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ലഭിക്കുന്ന വർക്ക് അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അതിൽ ഓപ്ഷൻ എ മഗാർ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മഗാറിൽ നിന്നാണ് നമുക്ക് ഇന്ത്യയിലെ ഫുഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ തെളിവ് ലഭിക്കുന്നത്. ഓക്കെ, 50ാമത്തെ ചോദ്യം, ദ ഈസ്റ്റ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വേദിക് പീപ്പിൾ ഈസ് മെൻഷൻഡ് ഇൻ സതപഥ ബ്രഹ്മണ അസോസിയേറ്റഡ് വിത്ത് ഡാഷ് വേദ. വേദങ്ങളിൽ ഈസ്റ്റ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വേദിക് പീപ്പിൾ മെൻഷൻ ചെയ്തിരിക്കുന്ന സതപഥ ബ്രഹ്മണ ഉൾപ്പെടുന്നത് ഏതിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി യജുർവേദയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 51ാമത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മാച്ച്ഡ്. ശരിയായിട്ട് മാച്ച് ചെയ്യാത്ത ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഡി അഷ്ടാംഗ ഹൃദയം. ആര്യഭട്ട ഇതാണ് ശരിയല്ലാത്തത്. ആര്യഭട്ടയുടെ ഒരു കൃതിയല്ല അഷ്ടാംഗ ഹൃദയം എന്ന് പറയുന്നത്. ഓക്കെ, 52ാമത്തെ ചോദ്യം, ദ ടെൻഡൻസി ഓഫ് ലോവർ കാസ്റ്റ് ടു ഇമിറ്റേറ്റ് ആൻഡ് അഡോപ്റ്റ് നോംസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദ അപ്പർ കാസ്റ്റ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ റാങ്കിങ് ഇൻ ദ കാസ്റ്റ് ഹൈറാർക്കി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാസ്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്നത്, കാസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് മറികടക്കാനായിട്ട് ലോവർ കാസ്റ്റ് അവർ അപ്പർ കാസ്റ്റിൻ്റെ നോംസും പ്രാക്ടീസസും എല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതി എന്താണ് എന്നാണ് ചോദ്യം. സാൻസ്ക്രിറ്റൈസേഷൻ എന്നാണ് ആ ഒരു ടൈമിന് അല്ലെങ്കിൽ ആ ഒരു രീതിയെ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 53 ദ ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ ഓഫ് കരവേല ഈസ് ഫൗണ്ട് അറ്റ്. ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ, കരവേലയുടെ ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉദയഗിരി ഹിൽസ്, ഭുവനേശ്വർ ആണ് ശരിയായ ഉത്തരം. ഭുവനേശ്വറിലുള്ള ഉദയഗിരി ഹിൽസിൽ നിന്നാണ് കരവേലയുടെ ഹതികുംഭ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, 54 പൃഥ്വിരാജ് രാസോ വാസ് റിട്ടൺ ബൈ. ഓപ്ഷൻ എ ചാൻസ് ബർദായ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 55 മുഗൾ പെയിൻറ്റിങ് റീച്ച്ഡ് എ ക്ലൈമാക്സ് ഇൻ ദ ടൈം ഓഫ്. മുഗൾ പെയിൻറ്റിങ്സ് അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയത് ആരുടെ കാലഘട്ടത്തിലാണ് എന്നാണ്. അതിനകത്ത് ഓപ്ഷൻ എ അക്ബർ, ബി ഷാജഹാൻ, ഔറംഗസേബ്. ഈ 3 പേരുടെയും കാലഘട്ടത്തിലല്ല മുഗൾ പെയിൻറ്റിങ്സ് അതിൻ്റെ ഉന്നതിയിലെത്തിയത്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. 56 ഹു ഈസ് ദ പ്രൊപ്പൗണ്ടർ ഓഫ് ഗ്രേറ്റ് മാൻ തിയറി. ഗ്രേറ്റ് മാൻ തിയറി ഫോം ചെയ്തത് ആരാണ്? ആരുടെ പ്രധാനപ്പെട്ട തിയറിയാണ് ഗ്രേറ്റ് മാൻ തിയറി എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി തോമസ് കാർലൈലിൻ്റെ ഒരു തിയറിയാണ് ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, 57 കൗടില്യ അർത്ഥശാസ്ത്ര ഈസ് എ ട്രീറ്റൈസ് ഓൺ. കൗടില്യയുടെ നമ്മൾ ചരിത്രത്തിൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. കൗടില്യയുടെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഒരു ഫേമസ് ബുക്കാണ്. അത് എന്തിൻ്റെ ബേസിൽ എഴുതിയിട്ടുള്ള ചോദ്യം ആണ്? പൊളിറ്റിക്കൽ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കാണ് കൗടില്യയുടെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. 58ാമത് ചോദ്യം, മൊനുമെൻറ്റ്സ് ഓഫ് വിജയനഗർ ആർട്ട് ക്യാൻ ബി ഫൗണ്ട് അറ്റ്. വിജയനഗർ മൊനുമെൻറ്റ്സ് കാണാൻ കഴിയുന്ന പ്രദേശം എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഹംപിയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം ഹംപിയാണ് വിജയനഗർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഹംപിയിലാണ് ഏറ്റവും കൂടുതൽ വിജയനഗർ ശേഷിപ്പുകൾ മൊനുമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. 59ാമത് ചോദ്യം, ദ ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി ഹു ഡിഡ് നോട്ട് അലോ ദ ഉലേമാസ് ടു ഇൻ്റർഫിയർ ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് വാസ്. ഡൽഹി സുൽത്താനേറ്റിലെ ഏത് സുൽത്താനാണ് ഉലേമാസിനെ പൊളിറ്റിക്കൽ മാറ്റേഴ്സിൽ ഇൻ്റർഫിയർ ചെയ്യാൻ അനുവദിക്കാതിരുന്നത് എന്നാണ് ചോദ്യം. ബാൽബൻ ആണ് ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ബാൽബൻ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, 60ാമത് ചോദ്യം, ദ സൂഫി സെയിൻറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഓർഡർ. താഴെ നൽകിയിരിക്കുന്ന ഓർഡറിൽ സെയിൻറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ചിസ്തിയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ 60 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ കണ്ടു. മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു സെറ്റിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 60 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നൽകി കഴിഞ്ഞു. അടുത്ത 60 ചോദ്യം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കാരണം 120 ചോദ്യങ്ങളും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരുപാട് ലെങ്തി ആയി പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 60 ചോദ്യങ്ങളിൽ പരിമിതപ്പെടുത്തുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള 60 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് കാണാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതെന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ആണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുക. ഇനി ഒരു വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓക്കെ.